യാത്ര ചെയ്യും ചെയ്യും സഞ്ചാരി, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ദൈവമേ, സമയം പോയല്ലോ. ഇവിടുത്തെ വീട്ടിലൊന്നും തീർന്നിട്ടില്ല. പണിയിരുന്നില്ലെങ്കിൽ എനിക്കിവിടെ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മാർത്തെ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്കാ എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവിൽ തീ കത്തിക്കാ. നീ ഇവിടെ പാട്ടും പാടി തീ കത്തിച്ചാൽ മാറിയിരുന്നു. പാട്ടുപോയോ? ഇന്നലെ ഞാൻ യേശുവിനെ വിശേഷിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് നോക്കാനില്ല. ഒരു 15 കൂട്ടം കറിയിലും ഉണ്ടാക്കുന്നത്. സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ഐസ്ക്രീം വേണം. ഇങ്ങനെ എന്തൊക്കെ ഒരിക്കല. മാർത്തെ, നമ്മൾ യേശുവിനെയല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. യേശുവിന് 10-25 കൂട്ടാൻ കറികളൊന്നും വേണ്ട. നിനക്ക് അറിയില്ലേ, അപ്പവും മീനുമാണ് ഗുരുവിന് ഏറെ ഇഷ്ടം. കുറച്ച് അതിപഴിപ്പുള്ള ഉണ്ടെങ്കിൽ ഏറെ സന്തോഷമാണ്. എന്നോടാ പോകുന്നത്? യേശുവിന്റെ പ്രസംഗയുടെ നടക്കുന്നു. നീ മറന്നോ? വളരെ അത്ഭുതവും രോഗശാന്തിയും അവിടെ നടക്കുന്നു. അന്ധർ കാണുന്നു, ഉടന്തർ നടക്കുന്നു, ജാതികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണമെന്നുണ്ട്. പക്ഷെ യേശുവിനെ ദിനത്തെ വിളിച്ചിരിക്കുന്ന കാര്യം മറന്നുപോയോ? എനിക്ക് പാചകങ്ങളൊന്നും തീർന്നിട്ടില്ല. എന്നാലും നമുക്ക് പ്രസംഗം കേൾക്കാമോ? വീട്ടിലേക്ക് പോകാൻ പറ്റേ? ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് വരാൻ പറയാം. അതെ അച്ഛായ, ഇവിടെ ചിക്കനില്ല, മല്ലിയില, ജ്യൂസ് ഇല്ല, അത്തിപ്പഴമില്ല. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിക്കൊള്ളൂ. ശരി ശരി, വിവരിക്കണ്ട. പ്രസംഗം കഴിഞ്ഞു വരുമ്പോ ഞാൻ കൊണ്ടുവന്നോളാം. എന്നാ നമുക്ക് പോകാൻ ക്ലാസ്. മാർത്തെ, നിനക്ക് പറ്റുമെങ്കിൽ നീയും ഞങ്ങളുടെ കൂടെ വാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരും കൊടുത്തതിൽ ഭംഗിയായി യേശുവിന്റെ മനസ്സിൽ ഇടം കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുത്തെ പണിക്ക് ആര് ചെയ്യും? അത് നിങ്ങൾ പോയിട്ട് വാ. മാർത്തെ, യേശു ഗിരിപ്രഭാഷണത്തിൽ നമ്മെ എന്താ പഠിപ്പിച്ചത് നീ ഓർക്കുന്നില്ലേ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാണല്ലോ. അതൊക്കെ ശരി. ഒന്ന് ചെയ്യാനല്ലേ മറ്റൊന്നും വളമാവും. ഇവിടുത്തെ പണി ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് എന്തും അടുക്കൾ തന്നെ ചെയ്യണം. എന്നാ ശരി, ഞങ്ങള് പോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ കൂടുതലൊന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. സൂമിലൂടെയോ യൂട്യൂബിലൂടെയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓ ശരി ശരി. പിന്നെ സൂം എടുക്കുന്നവരോട് പറയണം, ഓഡിയൻസിനെ ഒന്നും കാണിക്കേണ്ട, യേശുവിനെ മാത്രം കാണിച്ചാൽ മതി കേട്ടോ. പിന്നെ അറിയേ, അവരെ അത്ഭുതങ്ങൾ നടത്താൻ നീ അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തേ. ആരാണോ വന്നത്? ശല്ലോണി, നീയായിരുന്നോ? നീ എന്താ ഈ വഴിയൊക്കെ പിടിച്ചോണ്ട്? നല്ല ഭംഗിയുള്ള വഴിയാണല്ലോ. ഇപ്പൊ വഴിയില്ലാതെ നിനക്ക് നടക്കാൻ വയ്യാന്നായോ? എങ്കിലും നടക്കാമല്ലെന്ന് ചുമ്മാല്ല. ഇത് നമ്മുടെ മോശം ഉപയോഗിച്ച അംശവഴിയാണ്. ആ നമ്മുടെ തോമസ് ക്ലാരെങ്കിലല്ലേ, അങ്ങേരെ വില കൊടുത്ത് മേടിച്ചതാണ്. ഇതിന് $100-200 ഒന്നും അല്ല, $25,000 ആണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ സുഖമായിരിക്കും. നീ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാ നീ പ്രാർത്ഥിച്ചു, ഞാൻ പോയിട്ട് പിന്നെ വരാം. പോകാൻ വരട്ടെ, പ്രാർത്ഥന പിന്നെ ആകാലോ. നീ ഇരിക്കെ, ഒത്തിരി നാളായത് എന്നെ കണ്ടിട്ട്. ഭയങ്കര തിരക്കായിരുന്നു. അതുപോട്ടെ, നീ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? നീ അറിഞ്ഞില്ലേ?
ഞങ്ങളാണ് ഏഷ്യന് ഡിന്നർ കൊടുക്കുന്നത്. ഒരു 5-star ഡിന്നറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഷലോമി, നീ എന്താ പ്രസംഗത്തിന് പോകാതിരുന്നത്? അതിന് പ്രസംഗം 1-2 ദിവസമാണ് ഉള്ളത്. 15 ദിവസമാണുള്ളത്. പറഞ്ഞാൽ മതി. എന്റെ പിള്ളേർക്ക് ക്ലാസ്സും ട്യൂഷനും എല്ലാം ഉള്ളതാണ്. ഞാൻ സോമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടോളാം. നീ തന്നെ പറ, എക്സാം വേണ്ടിയത് പ്രസംഗമാണ്. അത് പിന്നെ എക്സാം തന്നെയല്ലേ? ഫേസ്ബുക്ക് ചെക്ക് ചെയ്തിട്ടില്ലേ? ഞാൻ ഒരു അരമണിക്കൂർ മുമ്പേ നോക്കിയതേ ഉള്ളൂ. എന്താ ഷലോമി? അത് നമ്മുടെ ലേഡപ്പള്ളിയിലെ ബില്ലല്ലേ? അവര് പള്ളിയുടെ പിക്നിക്കിന് തോംസൺ പാർക്ക് പോയിട്ട് ഫോട്ടോയും വീഡിയോയും എല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു. എന്താണ് നമ്മുടെ വ്യത്യാസം? ഞാൻ കഴിക്കാൻ പോയില്ല. നിങ്ങൾ കഴിക്കേണ്ട കേട്ടോ. ഞാൻ നോക്കട്ടെ എന്തായാലും. എഴുമാറ്റാണ് ഞാനാകട്ടെ. ഭയങ്കര തിരക്കാടി. പിള്ളേർക്കാണെങ്കിൽ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സും ഓർത്തഡോക്സിലും ഒക്കെ ഉള്ളതാണ്. ഇതുപോലെ ചേച്ചി സൂംബ ഡാൻസ്. നീ വടി എടുക്ക, ഞാനൊന്ന് പോട്ടെ. എന്നാൽ ശരി. ഈ ചെറിയ സ്ക്രീനിൽ നോക്കിയിട്ടൊന്നും കാണത്തില്ല. ഐപാഡ് എടുക്കാം. അതാവുമ്പോൾ വലിയ സ്ക്രീൻ ആണല്ലോ. ഓ, കണ്ണിയുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണല്ലോ. പരസ്യമൊക്കെ ഉണ്ടല്ലോ. 2024 നമ്മൾ പൗലോസിന്റെ ബർത്ത്ഡേ ആണല്ലോ. എന്നൊക്കെ ഏത് നേരവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനേ നേരമുള്ളൂ. എന്തായാലും ഒരു വിഷ് ചെയ്തേക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഓ, സാറയുടെ വെഡിങ് ആനിവേഴ്സറിയോ? 15 വർഷമായോ? കണ്ടാൽ അവളൊരു പ്രായം തോന്നിയില്ലല്ലോ. അവളുടെ വീട്ടിലാണെങ്കിൽ എന്ത് വഴിയില്ലല്ലോ. എന്റെ ജീവിതം ഒരു വിഷയമില്ല. ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, സമയം പോയല്ലോ. ഈ ഫേസ്ബുക്ക് നോക്കിയിരുന്ന സമയം പോകുന്നതേ അറിയില്ല. ഇവിടെ പണി ഒന്നും ദൂരമില്ല. ആരൊക്കെയായത്? സൂസന് വിവരമായോ? വാ, ഇരിക്കാം. മാത്തേ, നിന്നെ മാത്രം യേശുവിന്റെ പ്രസംഗത്തിന് കണ്ടില്ലല്ലോ. ലാസറും മറിയയും മുന്നിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. യേശുവിനെ ഇവിടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാൻ പോയിരുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. ഓ, എനിക്കത്ര ആഗ്രഹമൊന്നും തോന്നിയില്ല. 2 ദിവസമായിട്ട് ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. ഇന്നലെയും മെലിഞ്ഞാന്നൊക്കെ പറഞ്ഞത് തന്നെയല്ലേ എന്നും പറഞ്ഞത്. ഞാനിടയ്ക്ക് ഉറങ്ങിപ്പോയി. അല്ലേലും ഈ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്. നെയ്യപ്പവും പഴവും പാച്ചവും വാങ്ങാനല്ലേ. ഓ, പിന്നെ ഏത് പോവും? അയ്യോ മാർക്ക്, നിന്നെ കാണാൻ അപ്പടി വന്നാണ്ടിരിക്കുന്നല്ലോ. നീ ഇപ്പൊ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല? ബ്യൂട്ടി പാർലറിൽ പോകാറില്ലേ? എന്നാ പറയാ, ഈ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ എവിടെ സമയം ബ്യൂട്ടി പാർലറിൽ പോകാൻ? അതിനും ഈ അടുക്കളയിൽ ഇരുന്ന് പാചകം ചെയ്യുമ്പോൾ നമ്മുടെ സൗന്ദര്യമൊക്കെ ആര് കാണാൻ? നിങ്ങളിരിക്കെ കാപ്പി എടുക്കാം. വേണ്ട മാത്തേ, നമുക്ക് ഒത്തിരി പണികളുള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. സാരമില്ല, നിങ്ങൾ വല്ലപ്പോഴും വല്ല വരുന്നത്. ഇരിക്കും. ഓ, നിനക്ക് തിരക്കാണെങ്കിൽ നീ അങ്ങ് പോകും. മാർക്ക്, നീ നമ്മുടെ പള്ളിയിൽ ഏതെങ്കിലും കാര്യം അറിയുന്നുണ്ട്? അവിടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, പിക്നിക്ക്, ക്രിസ്മസ് പ്രോഗ്രാം എന്തെല്ലാമാ നടക്കുന്നത്? ഞാൻ ഇതൊക്കെ എങ്ങനെ അറിയാം? മഴ ഇവിടെ വന്നാൽ ആദ്യ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പിന്നെ വല്ലപ്പോഴും പള്ളിയിലെ സെക്രട്ടറി ആയിട്ട് വാട്സാപ്പ് മെസ്സേജ് കണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നമുക്ക് പോകാം. മാത്തേ, നിന്റെ പണി നടക്കട്ടെ. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന്. ഓ, പിന്നെ ഒരു വിശുദ്ധ വന്നേക്കുന്നു. മാത്തേ, എന്റെ സഹായം വല്ലതും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? എന്നാ കുറച്ച് വെജിറ്റബിൾ അറിഞ്ഞതാ. അയ്യോ, ഇപ്പോഴാണ് ഞാൻ ഓർത്തെ. അച്ഛൻ ഓഫീസിൽ നിന്ന് വരാറായി. നിങ്ങൾ ഇറങ്ങിക്കോട്ടെ. പിന്നെ ഇവരുടെ വെജിറ്റബിൾ അറിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ പറയാതെ.
മാർത്തെ, വീട്ടിലെ പണിയിൽ എന്തായി? കഴിഞ്ഞോ? മറിയെ എന്ത് പറയാനാ, ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയം പോയത് അറിഞ്ഞേയില്ല. എന്തായാലും നീ എത്തിയല്ലോ, നമുക്ക് ഒരുമിച്ച് പണി തീർക്കാം. വേഗമായോ? ക്ലാസ്സിലായ ഞാൻ തന്ന ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ കിട്ടിയോ? ആ, നീ നോക്കൂ, എല്ലാം ഇതിലുണ്ട്. എന്റെ മാർത്തെ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഈ യൂട്യൂബും ഫേസ്ബുക്കും നോക്കി സമയം കളഞ്ഞിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ദേവാലയം നീ അതിനെ വിശുദ്ധിയാവുന്നില്ല. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ആരാ വീട്ടിലെ ജോലി ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്തത. ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും സിദ്ധാർത്ഥന് ഓർഡർ ചെയ്തത്. ആ യോനാചായ, എന്താണ് വിശേഷം? പീറ്റർ ചായ എന്തിയെ? വീട്ടിന്റെ അമ്മായിലേക്ക് പണി വെച്ചു. അതുകൊണ്ട് അമ്മയുടെ പുള്ളി അയ്യോ, അമ്മച്ചിക്ക് നിബന്ധനയാണോ? കഷ്ടമായിപ്പോയി. അമ്മച്ചിക്ക് അതിന്റെ ഉയരെയായിട്ട് ദൈവവിശ്വാസം കുറവായി. ഈ തണുപ്പത്ത് ഗ്ലൗസും സ്കാർഫും വെക്കില്ലായിരുന്നു. മാറ്റേ, നീ വലിയ സദ്യല്ലോ. ഈ വീടെന്തോ ഈ യോനാചാരിന്റെ ഒരു കാര്യം, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. ഇവിടെ ഞാൻ മാത്രമല്ല പണി ചെയ്യാനുള്ളൂ എന്ന് അറിയില്ല. ഇവിടെ എല്ലാവരും പ്രാർത്ഥനക്കാരാണ്. അവിടെ തിരിച്ചു വരാറാണ്. മറിയേ, വാ ഇങ്ങോട്ട്. പണി ചെയ്യണ്ടേ? വീട്, ഞാൻ അല്പനേരം യേശുവിന്റെ അടുത്ത് ഇരിക്കട്ടെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഞാനിവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങേക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ സഹായിക്കാൻ ഇവിടുത്തെ മറിയെ ഒന്ന് പറഞ്ഞു തരുമോ? മാർത്തേ, മാർത്തേ, നീ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാരും അവിടെ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമായ ഓർത്തിടുവിൻ, സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിൽ നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ.